Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. NK ദേശത്തിന്റെ പുസ്തക ശേഖരം അങ്കമാലി നഗരസഭ വായനശാലയ്ക്ക് കൈമാറി. കവിയുടെ പത്നി ലീലാവതിയിൽ നിന്നും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പുസ്തക ശേഖരം ഏറ്റുവാങ്ങി. കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കവി NK ദേശത്തിന്റെ പുസ്തക ശേഖരത്തിന്റെ ഒരു ഭാഗം അങ്കമാലി നഗരസഭയുടെ വായനശാലയ്ക്ക് കൈമാറി. കവിയുടെ പത്നി ലീലാവതിയിൽ നിന്നും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് കവിയുടെ ഭവനത്തിൽ വെച്ച് പുസ്തക ശേഖരം ഏറ്റുവാങ്ങി. ഈ പുസ്തകം തന്നെയല്ല, ഇത് ഒരു ചെറിയ ദേശീയ അധ്യായത്തിൻ്റെ ഇപ്പോൾ 2 പുസ്തകങ്ങൾ കൂടി ഇറക്കിയിട്ടുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ പുസ്തകത്തിൻ്റെ, പിന്നെ ഉത്തമ ഗീതങ്ങൾ എന്ന് പറഞ്ഞു. ഇത് രണ്ടും കളിപ്പാട്ടെന്നാണ് ചെറിയ കുട്ടികളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ആ കളിപ്പാട്ടം ഇത് രണ്ടും കൂടി ഒരു പ്രദർശനം ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ മറ്റതിന് മുമ്പിട്ട് ഈ ഉത്തമഗീതങ്ങൾ പുറത്തിറങ്ങിയാണ്, പക്ഷെ അത് പ്രദർശനം ചെയ്തിരുന്നില്ല. കളിപ്പാട്ടം ഇന്ന് കുറച്ച് ദിവസമായിരുന്നു അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇറക്കിയത്. അതിന് ഏരിയ ജോലി വാഴയെന്ന് പറഞ്ഞ നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ ഔദ്യോഗിക പുസ്തകമാക്കണമെന്നോ അല്ല മാർക്ക് വാങ്ങിക്കണമെന്നോ ഇന്നുമുള്ള ഒരാള്. അതെ, അതിന് 9 അവാർഡ് മുതലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് തലേ ദിവസം അത് അദ്ദേഹത്തിൻ്റെ ഒറ്റ പിടിയായിരുന്നു രമേശ് നായർ. രമേശ് നായർ പുതുതായിട്ടും സ്റ്റേഷനായിട്ടും കണ്ടിരുന്നതാണ്. കാരണം എല്ലാ കാര്യത്തിലും എഴുതിക്കഴിഞ്ഞാലും ഇവിടെ കൊണ്ടു കളിക്കാത്ത ഒരു കാര്യമല്ല. ഇവിടെയല്ല, ദേശത്ത് ഒരുപാട് വലിയ തയ്യാറിന് ജോലിയുള്ളപ്പോൾ മുതലേ വലിയ കുട്ടായിരുന്നു. ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ ആളാണ്. പക്ഷെ ജ്യേഷ്ഠ നാടിൻ്റെ വലിയൊരു അഭിമാനമായി നമ്മുടെ നാടിൻ്റെ യശസ്സ് കേൾക്കുന്നത് അദ്ദേഹം വെച്ചിട്ട് പങ്ക് വളരെ ഈ സങ്കല്പത്തിന് ശേഷം നമ്മുടെ നാടിനെ മലയാള സാഹിത്യത്തിലും മലയാള കലയിലും പ്രശസ്തമാക്കിയ മഹാനായ കവിയാണ് ശ്രീ NK ദേശം. കോളേജ് പഠിക്കുന്ന കാലങ്ങളിൽ എനിക്ക് അദ്ദേഹത്തെ കോളേജിന് വേണ്ടി ഓരോ പരിപാടികൾക്ക് അദ്ദേഹം അന്ന് സാധാരണ വന്നുകൊണ്ടിരുന്ന ആളാണ്. കാലി ശ്രീശങ്കരനോട് പിന്നീട് സാഹിത്യ രംഗത്തൊന്നും വലിയ പ്രവർത്തനമില്ലാത്തതുകൊണ്ട് കൂടുതൽ അടുത്തിടപെടാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹവുമായി പലവാസം ഇടപെടാൻ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തക ശേഖരത്തിൽ നിന്നും നല്ലൊരു പങ്ക് അങ്കമാലി മുനിസിപ്പൽ ലൈബ്രറിക്ക് തന്നു. ഇതിന് നാട്ടുകാർക്കെല്ലാം പ്രയോജനപ്പെടാവുന്നത് ഉപയോഗിക്കുവാൻ ഒരു തീരുമാനമെടുത്ത ലീലാവതി ചേച്ചി അങ്കമാലി നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. ലീലാവതി ചേച്ചിയോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന് മുൻകൈയെടുത്തത് സന്ദീപ് നമ്മുടെ ലൈബ്രറിയിൽ സേതുവാണ്. ഇവർ രണ്ടുപേരും ചെയ്തൊരു കാര്യം വലിയൊരു കാര്യമാണ്. ചേച്ചി ഇപ്പോൾ ഇതിനോട് പറയുകയുണ്ടായി. NK ദേശം ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ചിലവഴിച്ചത് അങ്കമാലി നഗരസഭ പരിധിയിൽ വരുന്ന കോതകുളങ്ങര എന്ന പ്രദേശത്താണ്. നഗരസഭ വായനശാലയിൽ NK ദേശത്തിന്റെ പുസ്തകശേഖരം വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക ബ്ലോക്ക് ഏർപ്പെടുത്തുമെന്നും കവിയുടെ സ്മരണ നിലനിർത്തുന്ന വിധമുള്ള സാഹിത്യ സംവാദങ്ങൾ സംഘടിപ്പിക്കുമെന്നും കവിയുടെ ചിത്രം സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പുസ്തകശേഖരത്തിന്റെ ബാക്കി ഭാഗം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് അനുയോജ്യമായ എല്ലാ നടപടികളുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് കവിയുടെ പത്നി അറിയിച്ചു. കൈമാറ്റ ചടങ്ങിൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TY ഏലിയാസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ TY രഘു, കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, സന്ദീപ് ശങ്കർ, PN ജോഷി, വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് N മനോജ്, വിജയകുമാർ, അനിൽ നാരായണൻ, സേതുമാധവൻ എന്നിവർ സംസാരിച്ചു.